ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. വിലായത്ത് ബുദ്ധ കാണാത്തവര് ഉടനെ പോയി കാണുക. സൂപ്പർ പടം, ഒരു തുള്ളി ലാഗില്ല, ബോറടി ഇല്ല, അടിപൊളി പടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷമ്മി തിലകൻ ഉണ്ടാ. ഷമ്മി തിലകന്റെ റോൾ, അതായത് നമ്മുടെ അയ്യപ്പനും കോശിയില്ലേ, അയ്യപ്പനും കോശിയും ചെയ്തേക്കുന്ന ടീം തന്നെയാണ് ഈ പടവും ചെയ്തേക്കുന്നത്. ഇത് 2021 ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത്. ഈ ജയൻ നമ്പ്യാര് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണ പടമാണെങ്കിലും അയ്യപ്പനും കോശിയും ചെയ്തേക്കുന്ന ആ ഒരു പാറ്റേൺ അതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് റേഞ്ചിലേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പടം, കണ്ട് ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വരാം. ഒരു ഒരു റിഗ്രറ്റും വേണ്ട. അതായത് ഒരു രൂപ നമുക്ക് നഷ്ടം വന്നോ, നമ്മുടെ സമയം നഷ്ടപ്പെട്ടു എന്നോ ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കിടിലം പടം. ഓ, പടത്തെ കുറിച്ച് പറയണം. അതായത് ഇൻട്രോ ഇൻട്രോ എന്ന് പറയുന്നത് നമ്മുടെ, ഞാൻ സ്പോയിലർ പറയണില്ല, ഇൻട്രോ തുടങ്ങി അത് എൻഡ് ആവുന്നത് വരെ അതിങ്ങനെ ലാഗ് അടിക്കാതെ അതിങ്ങനെ ഇതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്ലോ, ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കയറി കയറിയാ പോണേ. പടം കാണുമ്പോൾ മുതൽ എൻഡ് ആവുന്നത് വരെ പടത്തിന്റെ ആ ഗ്രാഫ് ആ ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലൈഫുള്ള പടം, ഒരു ജീവനുള്ള സിനിമ. നമുക്ക് അങ്ങനെ നമ്മൾ ഈ അയ്യപ്പന് കോശിയെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, അതായത് ഒരു ലൈഫ് ഉണ്ട് ആ സിനിമയ്ക്ക്. അതെനിക്കിതിൽ ഫീൽ ചെയ്ത്. കിടിലം പടം. ഇങ്ങനെ ഞാൻ ഇപ്പൊ പറയണ്ടില്ല, പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള ആളുടെ നമുക്കറിയാം റേഞ്ച് എന്താണെന്ന്. പക്ഷേ എമ്പുരാൻ വന്നപ്പോഴൊന്നും എനിക്ക് അത്രത്തോളം തോന്നിയില്ല. കാരണം എമ്പുരാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എമ്പുരാൻ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, കുറച്ചുകൂടി അല്ല, നന്നായിട്ട് നന്നാക്കാമായിരുന്നു. അല്ല, ഇത് ഞാൻ പറയട്ടെ, വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയിട്ടുള്ളൂ. ഇന്ന് ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ പോയി കണ്ടു രാവിലെ. ഫാമിലി ആയിട്ട് പോയി കാണാം, കുട്ടികളായിട്ട് പോയി കാണാം, പ്രായമുള്ളവർക്ക് പോയി കാണാം, യൂത്തിന് കാണാം. ജെക്സ് ബിജോയാണ് മ്യൂസിക് ചെയ്തേക്കണത്. ജെക്സ് ബിജോയുടെ ക്വാളിറ്റി കഴിവൊക്കെ പ്രൂവ് ചെയ്ത് ഇപ്പൊ പീക്ക് ലെവലിൽ നിൽക്കണം അണ്ണൻ. അതുകൊണ്ട് ജെക്സ് ബിജോയിനെ ഒന്നും നമുക്കിനി അതായത് ആ ലെവലിലേക്ക് ചിന്തിക്കണ്ട. കിടിലനായിട്ടുണ്ട്. ആക്ട്രസ് സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ മറ്റൊരു പാട്ടാണല്ലോ, മിന്നൽ മഴ, ആ പാട്ടില്ലേ, ഒരു നരിവേട്ടയിലെ പാട്ട്, ആ നരിവേട്ടയിലെ നായികയാണ് ഇതിലെ നായിക. ഗംഭീരായിട്ടുണ്ട്. പിന്നെ പിന്നെ എന്താന്ന് വെച്ചാല് ഒരു ഹീറോയിക് ലെവൽ, അല്ലെങ്കിൽ ഒരു, എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മിക്കവാറും ഒരുപാട് ഓഫ് റോഡ് ഓടിച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരു ജീപ്പിന്റെ ഒക്കെ ഒരു, നമ്മള് കുറച്ച് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ എന്തായാലും പോയി കാണണം. കാരണം അറിയോ, ഈ കുന്നിന്റെ മുകളിലേക്കും മലയുടെ മുകളിലേക്കും വഴി ഇല്ലാത്തതൊക്കെ ജീപ്പ് ഓടിക്കുന്നത്, ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൂടാണ്ട് ഈ ചന്ദനം, പുഷ്പ ലെവൽ, പുഷ്പ സിനിമ കണ്ടിട്ട് പുഷ്പയുടെ റേഞ്ച് ആയിരിക്കും, പുഷ്പയെ പോലെ ആയിരിക്കോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാനൊക്കെ പോയി കണ്ടത്. പക്ഷെ അങ്ങനെയല്ല. പടം നല്ല ലൈഫുള്ള പടം, ഹാപ്പി ആയിട്ടുള്ള പടം, നല്ല എന്താ പറയാ, ഒരു എനർജിയാണ് ആ പടത്തിന്. അതായത് കാണുന്നിങ്ങ, ഞാൻ വേറെ കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ചളവളം പറഞ്ഞ് വെറുതെ എന്റെ സമയം കളയണം, നിങ്ങളുടെ സമയം കളയണല്ല. പോയി കാണാങ്ങട്, തകർക്കങ്ങട്. എന്തായാലും ഞാൻ പറയണത് അടിപൊളി പടമാണ്. എന്റെ വാക്ക് കേട്ടിട്ട് പോയി കാണുന്ന ഒരാളും നിരാശപ്പെട്ടു വരില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. നിരാശ എന്നൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കയറി തിയേറ്ററിൽ നിന്ന് ഇറങ്ങണ വരെ സമയം പോണത് നിങ്ങൾ അറിയില്ല. കാരണം അത്രയും അത്രയും സൂപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ പാട്ട് നമുക്കറിയാല, അത് വലിയ രസമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. എന്നാലും പാടാൻ പറ്റിയ പാട്ടൊന്നുമില്ല. കുറ്റം പറയണമെങ്കിൽ അങ്ങനെ പറയാം. പാടാൻ പറ്റിയ പാട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പാട്ട് എനിക്ക് പാടാൻ പറ്റൂല. ഒരു പാട്ടും അതില്ല, പറയാനും പറ്റില്ല ഒരു പാട്ട് ഏതാണ്. കാരണം തമിഴാണ് കൂടുതലും പാട്ടുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫീൽ ഗുഡ് മൂവി, ഒരു ഹീറോയിക് പടം, ഇടിപ്പടം, എല്ലാം എല്ലാം ഉണ്ട്. അടിപൊളിയാണ്, പോയി കാണ്. നമ്മുടെ തിലകനില്ലേ, മലയാള സിനിമയ്ക്ക് നഷ്ടം വന്നുപോയ തിലകൻ. എനിക്ക് തിലകനെ ഭയങ്കര ഇഷ്ടമാണ്. സ്പടികം പോലുള്ള സിനിമകളിലൊക്കെ തിലകൻ പറഞ്ഞിട്ടുള്ളതും, തിലകന്റെ ഒരു ജേണർ ഉണ്ടല്ലോ, അതായത് ഒരു രീതി ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു ക്യാരക്ടർ. ഷമ്മി തിലകൻ ഈ പടത്തിൽ ഞാൻ ഷമ്മി തിലകനാണ് കണ്ടേക്കുന്നത്. അത് തിലകൻ എങ്ങനെയാണോ ഒരു സാധനം ഡയലോഗ് ഡെലിവറി ഒക്കെ എങ്ങനെയാണോ ചെയ്യുക, അല്ലെങ്കിൽ മാനറിസം, എന്താ പറയുക, എക്സ്പ്രഷൻസ് എല്ലാം. അത് പിന്നെ അങ്ങേരുടെ മോനായതുകൊണ്ടും ആ ഒരു ശബ്ദഗാംഭീര്യവും, ആ ഒരു എന്താ പറയാ, എനിക്ക് പൃഥ്വിരാജിനേലും കൂടുതൽ ഷമ്മിയുടെ ഫാനാണ് ഞാൻ ഈ സിനിമയിൽ.
ഷമ്മി തിലകന്റെ ഫാനാണ് ഞാൻ ഈ സിനിമയിൽ കേട്ടാ. കാരണം അടിപൊളിയാണ്, കോമഡി ഉണ്ട്. കോമഡി ആണോ എന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട്. ഈ എന്താ പറയാ, ഞാനിത് പറയണേക്കാളും നല്ലത് പോയി കാണുക. കാരണം ഞാൻ ഇത് എനിക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. ഈ കുറെയൊക്കെ പറയണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റണില്ല. കാരണം ഞാൻ ആ പടത്തിനെ പറ്റിയിട്ട് ഞാൻ എനിക്ക് എന്ത് പറയാൻ പറ്റുമോ? കാരണം അത്രയും നല്ല പടമാണ്, പറഞ്ഞാലൊന്നും മനസ്സിലാവൂല. അത് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അത് അനുഭവിച്ചാലേ അത് ആ ഫീൽ കിട്ടിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഈ വായ കൊണ്ട് പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഫീൽ കിട്ടൂല. നിങ്ങൾ പോയി കാണുന്നതായാലും ഒരു രൂപയും നഷ്ടം വരാൻ പോണില്ല. നിങ്ങളുടെ സമയം പുറത്തായിരിക്കും. ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഏകദേശം അറൗണ്ട് ഒരു 3 മണിക്കൂറിനടുത്ത് പടമുണ്ട്. ഒരു 172 മിനിറ്റോളം പടമുണ്ട്. അപ്പൊ ആ 172 മിനിറ്റും പോണതോ നിങ്ങളുടെ സമയം നിങ്ങൾ എങ്ങനെയാണ് നിൽക്കണോ നിങ്ങൾ അറിയാൻ പറ്റില്ല. സൂപ്പർ പടം. ഓക്കെ, ഒറ്റ വാക്കിൽ സൂപ്പർ പടം. ഷമ്മീത്തിലേനെ പൊളിച്ച്. ഷമ്മീത്തിലേനൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്നില്ല. അങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ഉപയോഗിക്കണം. നല്ല സിനിമകൾ കൊടുക്കണം, നല്ല റോളുകൾ, നല്ല ക്യാരക്ടേഴ്സ് കൊടുക്കണം. എന്തിനാ സൈറാണ് പുള്ളി ചെയ്തതാണ്. പുള്ളിയുടെയൊക്കെ ഞാൻ ഫാനാണ് പുള്ളിയുടെ. ഇപ്പൊ ഷമ്മിയുടെ ഫാനാണ് ഞാൻ. അല്ല, പണ്ടും പുള്ളി അടിപൊളിയായിരുന്നു. ഡബിങ്ങിലായാലും സൗണ്ട് കൊണ്ടൊക്കെ ആയാലും പുള്ളി അടിപൊളിയായിരുന്നു. പക്ഷെ വിലായത്ത് ബുദ്ധ കാണ്, മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഓക്കെ, താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നല്ലതാ കേട്ടാ. ശരി, നന്ദി.